ആടുജീവിതം ഒരു നോവലിന്റെ അതേ രൂപത്തിലുള്ള ഒരു സിനിമ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരാളുടെ ആവശ്യമില്ല. സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, സിനിമ സംസാരിക്കുമെന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് എനിക്ക്. കാഴ്ചയിലെ മാധവനെയും തന്മാത്രയിലെ രമേശൻ നായരെയും പളുങ്കിലെ മോനിച്ചനെയും ഒക്കെ പകരം വയ്ക്കുവാനായിട്ട് ഒരാളെ എനിക്ക് നിർദ്ദേശിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കാം. ആടുജീവിതം എന്ന നോവൽ വായിച്ചുകൊണ്ട് ഒക്കെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്, അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരുപാട് ബിംബങ്ങളുണ്ട്. അപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചും അത്തരത്തിൽ തന്നെയാണ്. ദൃശ്യസാധ്യതകൾക്ക് എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമം. ആടുജീവിതം എന്നൊരു നോവലിന്റെ അതേ രൂപത്തിലുള്ളൊരു സിനിമ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരാളുടെ ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ഞാൻ പുതുതായിട്ട് പല കാര്യങ്ങളും റിസർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു തോൾ സഞ്ചി മുതൽ കാര്യങ്ങൾ ഞാൻ സൗദി അറേബ്യൻ തെരുവുകളിൽ പോയി കണ്ടെത്തുന്ന റിസർച്ച് ഉണ്ട്. അതുപോലെ ബദുക്കളുടെ ഒരു കൾച്ചർ എന്ന് പറയുന്ന അവരുടെ പാട്ടുകൾ, അവരുടെ ഭക്ഷണ രീതികൾ, ഈ മസ്രയുടെ ഇടുക്കുകളിൽ ഉണ്ടാക്കുന്ന എന്തിനെ മസ്ര ഉണ്ടാക്കുന്നതിൻ്റെ ക്ലോത്ത് വരെ റിസർച്ച് ചെയ്തുണ്ടാക്കി അത് സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. അപ്പം സിനിമ വളരെ വ്യത്യസ്തമാണ്. നോവലിൻ്റെ അകത്ത് നോവലിനെ അതേപടി പകർത്തുന്ന ഒരു രീതിയാണെങ്കിൽ അതൊരു കോൺട്രാക്ട് മണി മാത്രമേ ആകുന്നുള്ളൂ, ഒരു ഫിലിം മേക്കറിൻ്റെ ആവശ്യം ഉണ്ടാകും. ആ ഒരു സൗന്ദര്യം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയ്ക്ക് ഞാൻ എടുത്തിട്ടുമുള്ളത്. ഇതിൻ്റെ ഒരു ഹൈപ്പിനെ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഭയക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. സിനിമയെക്കുറിച്ച് സിനിമയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, സിനിമ സംസാരിക്കുമെന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് എനിക്ക്. ആടുജീവിതം എന്ന നോവല് ഏതാണ്ട് ഒരു 43 അധ്യായങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പം ആ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ഓരോ അധ്യായവും സെപ്പറേറ്റ് ഇമോഷൻസ് ആണ്. ഈ 43 അധ്യായങ്ങളുടെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി പലപ്പോഴും പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം നോവലിന് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സിനിമയ്ക്ക് ആവശ്യമാണ്. പുസ്തകം ഒരിക്കലും ലാഗ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയാറില്ല. പുസ്തകം വായന ഒരിക്കലും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും, പക്ഷെ വായന ലാഗ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. കാരണം അതിൻ്റെ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ നമ്മുടെ മനസ്സാണ്. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ ചെയ്യുന്ന ഒരു ദൃശ്യത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു വിരസമാകുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം സിനിമയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സിനിമയുടെ ഭാഷയും സാഹിത്യത്തിൻ്റെ ഭാഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നതെന്നുള്ളത്. സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ബെന്യാമിനെ അത് വായിക്കുവാൻ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനെ ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ ഡിസ്കഷൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചിത്രീകരണ സമയത്ത് ബെന്യാമിന് ജോർദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ബെന്യാമിൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. 2018 ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇതിനെ പല ഘട്ടങ്ങളിലായിട്ട് പല ഷെഡ്യൂളുകളായിട്ടാണ് ഈ സിനിമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരു 3.5 വർഷക്കാലത്തിൻ്റെ ഒരു സ്പാന് ഈ മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രൂപമാറ്റമുണ്ട്. അദ്ദേഹത്തിലുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു ഒറ്റ ഷെഡ്യൂളിൽ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇത്തരം വൈദ്യുതികളോ ഇത്തരം കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ പുസ്തകം വായിക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ കുറിച്ചോ ഇദ്ദേഹത്തിൻ്റെ രൂപമാറ്റത്തിനെ കുറിച്ചോ ഒന്നും പുസ്തകത്തിൽ എവിടെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഡീറ്റെയിലിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയേണ്ടതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വലിയൊരു ഷെഡ്യൂളും ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് ഏതാണ്ട് ഒരു 2 വർഷക്കാലം കോവിഡ് മുഖേന ഇതിൻ്റെ ഷൂട്ടിങ്ങിന് 2020 ബ്രേക്ക് ആയത് 2022 വീണ്ടും ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഒട്ടുമുക്ക ചിത്രങ്ങളിലും ഏതെങ്കിലും പ്രമുഖരായ നടീനടന്മാരുണ്ടാകും. പ്രത്യേകിച്ച് നടികളെ ഞാൻ ഒരുപാട് പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ തിരിച്ചുള്ള എൻ്റെ ഒരു ചോദ്യം, കാഴ്ചയിലെ മാധവനെയും തന്മാത്രയിലെ രമേശൻ നായരെയും പളുങ്കിലെ മോനിച്ചനെയും
ഭ്രമരത്തിലെ ശിവൻകുട്ടിയെയും പ്രണയത്തിലെ മാത്യൂസിനെയും ഒക്കെ പകരം വയ്ക്കുവാനായിട്ട് ഒരാളെ എനിക്ക് നിർദ്ദേശിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കാം.